അപ്പോൾ നമ്മൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണ്. കൊത്തു പൊറോട്ടയ്ക്ക് ആവശ്യമായ പൊറോട്ട ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. സവാള, പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്, കുറച്ചുള്ളൂ കേട്ടോ, വളരെ കുറച്ച്. 2 മുട്ട ഗ്യാസിനകത്ത് വെച്ചേക്കണം. അപ്പോൾ എൻ്റെ എണ്ണ ഇവിടെ ചൂടായിപ്പോയി കഴിച്ചപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഓർമ്മിച്ചത്. അപ്പോൾ സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ സവാള ഇടുക. വെച്ചതായ കൊത്തു പൊറോട്ടയാണ്, വളരെ സിമ്പിളും ഹമ്പിളും. എനിക്ക് അടുക്കളയിൽ ഒരു ഹയ്യാറുണ്ട് ഗൈസ്. ആഴ്ച 2 ദിവസം വരുള്ളൂ. എന്നാൽ വല്ലപ്പോഴും അടുക്കളയിൽ കയറാറുള്ളൂ. എന്നാൽ ശമ്പളം കറക്റ്റിന് കൊടുക്കുന്നതായിരിക്കും. ശകല ഉപ്പിടുന്നുണ്ട്. സാൾട്ട് മാഗോട്ടറി അവിടെ വെച്ചാൽ മതി. വയ്ക്കാം. അല്ലാതെ മാറിയോ? മഴയാണ് ഗൈസ്, മഴ, മൊത്തം മഴ. ഇന്നലെ ഇന്നും ഒക്കെ എപ്പോഴും മഴ 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 ആണ്, നിവർത്തിയില്ല. പൊക്കി കാണിച്ചു വെക്കാൻ പറയുന്നത് ഗൈസ്, എനിക്ക് താല്പര്യമില്ല. പൊക്കി സ്വന്തം ഭർത്താവിനെ പറയുന്നു പൊക്കി കാണിച്ചു കൊടുക്കും. മഴ കാണിച്ചു കൊടുക്കാൻ മഴ പൊക്കി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാണ് ഗൈസ്. കണ്ണു നീർന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ അടച്ചു വയ്ക്കുക കുറച്ചൊക്കെ. അപ്പൊ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഞാനത് മസാലകളൊക്കെ ഇടാം. മസാലയൊക്കെ വലുതായിട്ടൊന്നും ഇട്ടാൽ കുറച്ചിട്ടാൽ മതി. കാരണം ഞാനൊക്കെ തിന്നോണ്ട് ഏരിയൊക്കെ വളരെ കുറച്ച് മഞ്ഞപ്പൊടി ഇഷ്ടമുള്ള എല്ലാ മസാല ഇടാം. ഞാൻ ഒരു ശകലം കാശ്മീരി ചില്ലി പൗഡർ ഇടും, കുറച്ച് മഞ്ഞപ്പൊടി ഇടും, കുറച്ച് ഗരം മസാല ഇടും, കുറച്ച് കുരുമുളക് ഇടും. എൻ്റെ ഗരം മസാല തീർന്നു ഗൈസ്. പൊടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് വെച്ചിട്ടുള്ളത്. കൊഴുപ്പ് കളഞ്ഞില്ല. അപ്പോൾ ഞാൻ കുരുമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് എനിക്ക് വോയിസേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് 2 മുട്ട എടുക്കുന്നുണ്ട്. 2 മുട്ട നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചേർക്കാം കേട്ടോ. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കനും, മുട്ട ഉണ്ടെങ്കിൽ മുട്ട, എന്തോട് ചേർക്കാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ബീഫിൻ്റെ കുറച്ച് പീസല്ലേ ഇരിപ്പുള്ളൂ, ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് പൊട്ടിച്ചൊഴിച്ച് ഉപ്പൊക്കെ ഉണ്ടാകുന്നൊക്കെ ജസ്റ്റ് ഇളക്കിയിട്ട് നോക്കണം. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായ നോയ്സ് ആയിരുന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് വോയിസിലാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ നോക്കി ഈ ഒരു ഇതിനകത്ത് കിടന്ന് വേണം ബെറോട്ട സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഇച്ചിരി ലൂസ് ആയിട്ട് ഇരിക്കും. അപ്പോൾ എൻ്റെ ക്യാമറ കാണുന്നില്ല. അപ്പോഴാണ് സത്യം ഞാൻ മനസ്സിലാക്കി ഗൈസ്. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇളക്കി റെഡിയാക്കട്ടെ. അവിടെ ഇവിടെ ഇരുന്ന് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ, ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അതിൽ. അപ്പം ബീഫ് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ടൊമാറ്റോ സോസ് അങ്ങനെ ഒഴിക്കണം കേട്ടോ. നോർമലി ചിക്കൻ്റെ കറിയായിരുന്നു. നോർമലി ചിക്കൻ്റെ കറിയാണ് ഇടുന്നത് പറയുന്നത്. അവിടെ ശ്രീലങ്ക മെസ്സിൽ അവർ ഉണ്ടാക്കി തരുക. ഇതൊക്കെ ശ്രീലങ്കക്കാണ്. നമ്മളിവിടെ മലയാളീസ്. ഒന്നും ഞാൻ വോയിസ് ഒന്നും കട്ട് ചെയ്യൂല. ഞാൻ ഇങ്ങനെ ഇടും. എനിക്ക് വോയിസ് കാണില്ല. ഞാൻ ഇടും. ഞാൻ അൺപാർലമെന്ററിയായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ആ സോസ് കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണേ. ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എന്തിടാൻ പോകുന്നത്? നമ്മുടെ കട്ട് ചെയ്ത് വെച്ച് ബറോട്ട. മലയാളം മുൻഷിക്കുട്ടമുള്ള നിഷാദിനെ എങ്ങനെ വീഡിയോയിൽ ഒന്നും കാണാറില്ലല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഇങ്ങനെ വീഡിയോക്ക് ഇരുത്തി കഴിഞ്ഞു. വീഡിയോ ഇരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പ്രശ്നം. അതിനേക്കാളും വീഡിയോ ഇരുത്തായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ പറയും. ആരാധകരുണ്ടെങ്കിൽ ഞാൻ ആ ചേട്ടന്റെ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ തരാലോ, കൊണ്ടുപോ. നമ്പർ മാത്രം ആക്കണ്ട, ആളുടെ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടെ. ആ ഒരു ഇതിൽ കിടന്ന് നല്ല സെറ്റായി വരണം. ഹായ് ഗൈസ്, അപ്പം ഞാൻ സമയം കൊണ്ട് പല്ലിക്കാൻ പോയത് ഗൈസ്. അപ്പോൾ നമ്മുടെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാൻ ഓഫാക്കില്ല ഗൈസ്. ഒരു പ്ലേറ്റ് ഇടും. നമ്മളിങ്ങനെ ചൂടോടെ കഴിക്കണം. പ്ലേറ്റ് എടുക്കാനല്ലേ പറഞ്ഞു. അതൊക്കെയാണ് പ്രശ്നം. ഇവിടെ അടുപ്പിക്കാൻ പോകാത്ത കാര്യം ഇതാണ്. അപ്പോൾ ഗൈസ് എൻ്റെ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊത്തു പൊറോട്ട സെർവ് ചെയ്യാണ്. കുറച്ച് സ്ലോ മോഷനിലൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കൊത്തു പൊറോട്ട നല്ല ഭയങ്കര കുഴ അല്ല, ഒരു ഇച്ചിരി ജ്യൂസി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഗ്രേവി അതിനകത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ നല്ല വിശാലമായി കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മുടെ കാപ്പിപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള നോക്കണം. ഉച്ചയ്ക്ക് വേണ്ടി ചോറാക്കിയിട്ടുണ്ട്. പിന്നെ മീൻകറി ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല വാളക്കറി കേട്ടോ. കുറേ നാൾ ശേഷം വാള കിട്ടിയത്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ. പിന്നെ നമ്മുടെ റംബൂട്ടാൻ ഇത്തവണ നമുക്ക് 3 കായേ കിട്ടിയുള്ളൂ ഗൈസ്. വലിയ കായാണ് നമുക്കുള്ളത്. പക്ഷെ എന്ത് ചെയ്യാം, ഇത്തവണ എല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ചോറ് ഞാൻ ഇതാ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ചോറാവും. വെള്ള അരിയാണ് കേട്ടോ ഞാൻ കഴിച്ച. ചെറുക്കന് നല്ലൊരു ബോൾ വാങ്ങിച്ചായിരുന്നു. ചെറുക്കന് ആപ്പഴത്തൊട്ട് പ്രാന്താണ്. ചുമയും ഇപ്പം വന്ന് ഇതിൽ ഇടിച്ചനായിരുന്നു. ചുമയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സ്കൂളിൽ പോയാൽ ഒരാഴ്ച കള്ളത്തരം പിടിച്ചത്. അപ്പം ഇനിയിപ്പോൾ പോകണം. ഇതാ ഒരു വല്ലാത്ത കാലാവസ്ഥയാണിപ്പം. മഴയും ചെതുമ്പും തൂക്കാനും പറ്റൂല. ഒരു രക്ഷയില്ല കണ്ടോ. വെളിയോട്ട് നോക്കാനേ തോന്നണില്ല. ലിയോയുടെ കാര്യമാണ് വലിയ കഷ്ടം. അവനെ കൂട്ടിലയക്കാൻ അതിൻ്റെ അടിയിൽ കൂടെ ഇറങ്ങിപ്പോവും. അത് അങ്ങനത്തെ ഒരു സാധനം. അത് ഫ്രണ്ടിൽ കിടപ്പ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രിഡ്ജിൽ കണ്ടു ഗൈസ്. അപ്പോൾ ഞാൻ പോട്ടെ. പതിവ് ഇൻസ്റ്റഗ്രാം പ്രേതം. ആ പട്ടിക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ടേ അടുത്ത് ചെയ്യോളാം. എൻ്റെ കാര്യം കഴിഞ്ഞ് തന്നെ അടങ്ങും. ഒരു രക്ഷയില്ലാത്തൊരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ നല്ല തുറന്നു വിട്ടപ്പോൾ ഗേറ്റ് വന്നപ്പോൾ അങ്ങ് ഇറങ്ങി പോക്കളഞ്ഞ് നീ പൊക്കോന്ന് പറഞ്ഞു. ഇവിടെ ഈ തലവച്ചതാക്കിയത്. അപ്പോൾ ഇറങ്ങിപ്പോയി. അവനെ കൂട്ടിനകത്ത് ഞാൻ എല്ലാം കെട്ടി വെച്ച കൂട്ടിനകത്ത് പിന്നെ അവൻ എങ്ങനെ ഇറങ്ങണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതെല്ലാം കാടിച്ച് പൊട്ടിച്ചിട്ട് ചെന്നല. ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്താണ് അവൻ്റെ വേലത്തരങ്ങൾ. തിരിച്ചടി അടിയോട് അവന് അടിയെ പേടിയുണ്ട്. പക്ഷെ എന്തിനു ചെയ്യാൻ ഒരു രക്ഷയില്ല. ഇവ ഈ ചക്ക തിന്നുക അപ്പിയിടുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അവൻ്റെ ശരീരം നന്നാവാത്ത ഗൈസ്. ഇവനെ കെട്ടിയിട്ട് ആഹാരം കൊടുത്തപ്പോൾ അവൻ്റെ ഇച്ചിരി ശരീരത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കെട്ടിയിടാൻ പറ്റുന്നതിന് ഭയങ്കര രോമമായതുകൊണ്ട് ഫുള്ള് കൊഴിയും. പൂച്ചയുടെ സൗണ്ട് ഇട്ട് പൂച്ച ഞാന്ന് കേട്ടപ്പോഴേ ഓടിയിട്ട്. എവിടെ ലിയോ? പൂച്ച എവിടെ? ലിയോ നീ വാ. എവിടെ പൂച്ച? ഇവിടെ ഇല്ല. ഇങ്ങോട്ട് ഓക്കെ. ലിയോയുടെ ആത്മശത്രുവാണ്. കൈ കഴിയുമ്പോഴത്തേനും ഒരു പൂച്ച എത്ര ശത്രു. ഇറങ്ങ വെളിയ. ഇവിടെ ഇല്ല. അങ്ങ് തോല അവിടെ. പൂച്ച എവിടെ? പൂച്ച എവിടെ? ഞാൻ പൂച്ചയെ കണ്ടുപിടിച്ചിട്ട് വരുള്ളൂ. മഴയാണ് ഇവൻ്റെ കാര്യമാണ് പാട്. വാ ഇരിക്കണം. എന്ത് ക്ഷമയോടി ഓട്ടം കണ്ടിട്ട് തോന്നണം വായിക്കാണ്. ഓട്ടം കണ്ട് ബീഫേ തിന്നു. ബീഫല്ല തിന്നണം, എല്ലാം തിന്നു. പക്ഷെ ബീഫാണ് കൊടുക്കണം. പക്ഷേ കൊടുത്തിട്ട് എന്തൊരു കാര്യം? ഇപ്പോൾ ചക്ക കിട്ടോ അപ്പോഴേ ഒരു ചക്ക മൊത്തം തിന്നും. തിന്നാതെല്ലാം ശരീരത്തിൽ പിടിക്കാതെ കൊണ്ടിറങ്ങിക്കളായി. ഇത് കട്ട് ചെയ്യാൻ വലിയ പാടാണ് ഗൈസ്. കണ്ടിച്ച് നമ്മൾ വേവിക്കുന്ന മുന്നേ കട്ട് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് വേവിച്ചിട്ട് കട്ട് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. ഇവനെ ചെറിയ പീസാക്കിയില്ലെങ്കിൽ വിഴുങ്ങിക്കളയും. നോക്കിയിരിക്കണം. അയ്യോ കുടിച്ചിറക്കം നോക്കും. ആ കൂട്ടിൽ എന്തല്ലയോ ചെയ്ത് വെച്ചേക്കണ? ഡേയ് ആ കൂട്ടിൽ ആര് കടിച്ചു പൊട്ടിച്ചെന്ന് പോണണ്ട. ആ കൂട്ടിലേ അത് ആര് കടിച്ചു പൊടിച്ചിട്ടേക്കണ? നോക്ക ഇവിടെ നോക്കാതാണ് സുഖം. യോ ആ കൂട്ടിൽ കടിച്ചു പൊട്ടിച്ചതാര്? അവൻ അറിയാത്തോണ്ടാണ്. അവര് നല്ല വൃത്തിയായിട്ട് അറിയാം. അവന് അറിവ് കൂടിപ്പോയുള്ള പ്രശ്നം. കണ്ട അറിയ
അടുത്തുള്ള ആരെയും എന്തോ ഒരു പട്ടിയാണോ എന്തോ എനിക്ക് തോന്നിയാണ് ഈ ജന്മത്തിന്റെ മായങ്ങളൊന്നും എനിക്കിപ്പോൾ തോന്നി തുറന്നു വിട്ടാൽ മതിയെന്ന് എനിക്ക് ഏത് നേരം തോന്നിയാന്തോ ആ സായി ചേട്ടന് ഏത് നേരം തോന്നിയാന്തോ ഒരു സ്റ്റാറ്റസ് ഒരു ഡോക്ടർ വീട്ടിലെ കുട്ടിയാണ് കാണിക്കണം അങ്ങറ്റത്തെ വേലത്തിൽ പക്ഷെ അവരെ ബാക്കിയുള്ള പട്ടികൾക്കൊന്നും ഒരു പ്രശ്നമില്ലോ ഇവര് മാത്രമേ ഉള്ളൂ പ്രശ്നം അത് കെട്ടിയിട്ട് കൂട്ടിയിട്ട് വളർത്താതിന്റെ പ്രശ്നം പിന്നെ സ്വാതന്ത്ര്യം കൂടി പോയനെ പാലാട്ടിന്റെ ഓണിൽ പിടിച്ച് കറക്കി തൂക്കി അനുസരണയ്ക്ക് ഒരു കുറവുണ്ട് പക്ഷെ അത് ചവയ്ക്കാൻ അറിയാലോ ഇങ്ങനെ ഉള്ള ചവയ്ക്ക് ചോന കൊടുത്ത വിഴിഞ്ഞിറങ്ങും 2 ചവയെ വെച്ചോളൂ കേട്ടോ പിന്നെ വിഴിഞ്ഞു വലിയ പീസാണ് വലിയ പീസ് ഒറ്റ പീസിൽ കൊടുത്താൽ ഒറ്റ പീസായിട്ട് വാങ്ങി നിന്നോളും അത് കട്ട് ചെയ്യാൻ എളുപ്പമാണ് വേവിച്ച് കഴിഞ്ഞാൽ ഞാൻ വേവിച്ച് വയ്ക്കുള്ളൂ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കട്ടിങ് പ്ലേറ്റ് വാങ്ങിച്ചാൽ ചെറുത് വെച്ച് കട്ട് ചെയ്യാൻ അപ്പോൾ രാവിലത്തെ കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴിവിക്കട്ടെ അപ്പോൾ ഞാനൊരു ട്യൂഷൻ 11 മണിക്ക് കൊണ്ടാക്കാൻ പോകും ഇന്ന് ഞാനിവിടെ പോയിട്ട് എനിക്കിത് കടയിലൊന്ന് കയറണമായിരുന്നു രണ്ടൊന്ന് ടാഗ് വാങ്ങിക്കാൻ എൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാനിവിടെ ഇറങ്ങി തിരിച്ചു പോയിട്ട് നമ്മൾ തിരിച്ച് പേരും മഴയത്താണ് ഗൈസ് തിരിച്ചു വന്നൊരു പറയും ഇങ്ങോട്ടൊക്കെ ഇട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മളൊരു അടുത്തായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വന്ന് ഇറങ്ങി നിൽക്കാൻ നിന്നില്ല വീട്ടിൽ കുറച്ച് ടാഗ് വാങ്ങി അവൻ്റെ കൂടെ ഒന്ന് കെട്ടിയിരുന്നു എന്നെ എന്തിനാ കടിച്ചിരുന്നു ഇവിടെ അപ്പോൾ എനിക്ക് ആദ്യം ഐസ്ക്രീം വാങ്ങിക്കും അങ്ങനെ അതൊന്നും വാങ്ങിച്ചേട്ടാ ജാനൂസ് കാണും മഴ കാരണം ഞാൻ ആദ്യമായി ഗപ്പെടുത്തു ഫീസ് ആദ്യം ഇവിടെ ചിലവരൊക്കെ ഞാൻ പറഞ്ഞിരുന്നു വീഴരുത് തെറ്റരുത് വീഴരുതെന്ന് പറഞ്ഞില്ല അവരെ വഴക്കും പറഞ്ഞങ്ങോട്ട് ഇറങ്ങിയാണ് ഗൈസ് ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് അങ്ങ് താഴെ പോയിരുന്നു എൻ്റെ കാല് കണ്ട് ഗൈസ് കാല് മുറിഞ്ഞിരിക്കുന്നു ഗൈസ് കയ്യ ബാക്കൊക്കെ കാണിച്ചോടെ എന്നെ മൊത്തത്തിൽ ടോപ്പിലൊന്നും പറ്റിയില്ല പറ്റിയതൊക്കെ അകത്തുണ്ടായി ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇത്രയ്ക്ക് റിപ്ലൈ കൊടുത്തോളാം വയ്യാതെ ആരും വന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കണടാ ഒരു ജോലി കുനിഞ്ഞു നിന്നൊരു കുപ്പ എടുക്കും എത്തി എടുക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ അടുത്ത് അവിടെ നിന്നോണ്ട് കുത്തണ് ആരെത്താ അപ്പോഴേ മതി എന്തോന്നാണ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇതൊക്കെ അവിഹിത ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ അവിധമായി പൊക്കോണം ആ വഴിയൊക്കെ പൊക്കോണം എവിടെയൊക്കെ നിൽക്കരുത് ഈ സന്തോഷമേ ഉള്ളു പൊക്കോ അവിധോ എല്ലാ ആഴ്ചയും വല്ലപ്പോഴും ജസ്റ്റ് പൊടി അടിച്ചാലും ഇവിടെ പൊടി തന്നെയാണ് ജസ്റ്റ് ഒന്ന് പൊടി ഇതെല്ലാം അഭിനയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര മണിക്കൂർ പറഞ്ഞിട്ടാണെന്ന് അറിയാമോ ഇതും എടുത്തിട്ട് ഇറങ്ങിയിട്ടാ അതുകൊണ്ട് കാണാറുണ്ട് സ്റ്റെപ്പിന്റെ അവിടെ തൊട്ട് കുറെ ദിവസം കുറെ നാളോട് തുടങ്ങിയാണ് മാസം 5-6 ഇതുവരെയും തുടച്ചു കിട്ടില്ല അതിനുശേഷം ഞാൻ 4 പ്രാവശ്യം തുടച്ചു കാണും അപ്പോൾ അവിടെ നിന്ന് വലയൊക്കെ അടിച്ച് എല്ലാം ഇട്ട് കേട്ടോ ഫാനിലൊക്കെ വൃത്തിയാക്കി ഇട്ടു അപ്പോൾ അതെല്ലാം പെട്ടെന്ന് തൂത്തുപാറ്റിയിട്ട് തുടയ്ക്കണം അപ്പോൾ ജാനൂസ് വരാറായി വിശക്കണമാകുമ്പോഴായി വരുന്നത് അപ്പോൾ പെട്ടെന്ന് കുളിച്ച് സെറ്റായിട്ട് അവർ ചോറിനൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതാ നോക്ക് ഫുള്ള് തുടച്ചേ തൂത്ത് വൃത്തിയാക്കട്ടെ എല്ലാവരുടെ പണിയും കഴിഞ്ഞ് ഗൈസ് തൂത്തു തുടച്ചു ഇനി ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് വരാം ജാനൂസിനെ വിളിക്കാൻ പോയിരിക്കുന്നു കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു താമസിച്ചു പോയി മണിയപ്പോൾ 1:45 വിശപ്പിൻ്റെ വിശപ്പിൻ്റെ പ്രേതം പിടിച്ചുകൊണ്ട് തലകൊത്ത പോലെ സമയം അവർ പെട്ടെന്ന് ചോറ് കൊടുക്കട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ ഉച്ചയ്ക്ക് ചോറുണ്ട് ഇന്നലത്തെ കുറച്ച് തോര ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ ഇന്നൊരു വെഴുക്ക് വെച്ചു നമ്മുടെ നല്ല വാള വറ്റിച്ച മീൻകറി ചോറ് കഴിക്കട്ടെ ഹലോ ഗായ്സ് അപ്പോൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറ് കഴിച്ചു നരിവേട്ട സിനിമ ഞാൻ കിടന്നുറങ്ങാൻ പോകും ഗൈസ് ചോറിനേ ഉള്ളൂ എൻ്റെ കാല് മുറിഞ്ഞത് മരുന്നിട്ട് ഗൈസ് ടീ ബാറ്റ് കിടക്കും ടീ ബാറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും ഇത് മിക്കവാറും നാളത്തേക്ക് എനിക്ക് പണി ഇപ്പം തന്നെ ചെറിയ നീരായി മിക്കവാറും നാളത്തേക്ക് എനിക്ക് പണിയാവാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഓ മൈ ഗോഡ് ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഈ മുറിവുണ്ടായപ്പോൾ എനിക്ക് തല കറക്കാൻ വന്നില്ല ഞാൻ തല കറങ്ങിയില്ല അപ്പോൾ എൻ്റെ
രക്തം നല്ല രീതിയിൽ ഓടുന്നുണ്ടെന്ന് അർത്ഥം ഗൈസ്. മരുന്ന് കേട്ടെ, മിക്കവാറും നീര് വരാൻ ചാൻസ് ഉണ്ട്. ഈ ബാറ്റ് ഫ്രിഡ്ജിൽ ഇരുന്നേണ് കേട്ടോ, പഴുക്കാതൊക്കെ ഇരിക്കാനായിട്ട്. ഗൈസ് വേറൊരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയലിൻ ക്ലാസ് ഉണ്ട്. വയലിൻ ക്ലാസ് ഞാൻ എങ്ങനെ കാല് മടക്കിയിരിക്കും? വലത് കാലിലാണ് എനിക്ക് മുറിവ്, വലത് കാലാണ് മടക്കിയിരിക്കാനുള്ളത്. ഞാൻ എങ്ങനെ ഇരിക്കും ഗൈസ്, ഇരിക്കാറുകൂടെ പോയി നോക്കാം എന്തായാലും. അപ്പോൾ നമുക്കിതൊരു ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാം. കുറേ നാളുകൊണ്ട് ആളെ പുഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. നമുക്കൊന്ന് അതുണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ മിക്സി ജാർ എടുക്കുക. അതിലേക്ക് ബ്രെഡ് ഇടുക കേട്ടോ. ബ്രെഡ് ഇതാക്കി ഇടുക. ഷുഗർ ഫ്രീ ആണ്, ഷുഗർ അല്ല പുഡിംഗ് ഉണ്ടാക്കിയത്, ഷുഗർ ഫ്രീ ആണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രെഡ് ഇട്ട ശേഷം ഞാൻ ഷുഗർ ഫ്രീ 2-3 സ്പൂണേ ഇട്ടുള്ളൂ. 2 അല്ലെങ്കിൽ 3 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് പാൽ കേട്ടോ, കണക്കാക്കി പാൽ ഒഴിക്കുന്നു. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ കുറച്ച് വാനില എസൻസ് ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ വാനില എസൻസ് ഒഴിച്ച ശേഷം ഞാൻ കുറച്ച് ഏലക്ക പഞ്ചസാരയും പൊടിച്ചു, ആ പൊടിയും കൂടെ ജസ്റ്റ് ഇട്ടിട്ട് എനിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് വരാവേ. അപ്പോൾ അടിച്ച് ബാറ്റർ ഇത്ര ലൂസാക്കിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര ഒന്ന് പാണിയാക്കി, പാണി മീൻസ് നല്ല കറപ്പിച്ച് നല്ലൊരു സാധനമാക്കി എടുക്കൂല്ലോ, അതിന് എന്താണ് പറയുക, പാണിയെന്ന് തോന്നുന്നു. അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ പഞ്ചസാര, ഷുഗർ ഫ്രീ അല്ല, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കുള്ള കരിഞ്ഞ് പോയോ അതൊരു സംശയം, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അത് നിങ്ങൾ നോക്കി വേണം ചെയ്യാൻ കേട്ടോ. ഇച്ചിരി ഒന്ന് കളറായി പോയേണ്ടത്, നല്ല ചൂടാണ്. അപ്പോൾ ജസ്റ്റ് പാത്രത്തിൽ ഒട്ടിപ്പിടിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് വെച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താവും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് ഞാൻ ഒരു ചട്ടിയിലോട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ച് സെറ്റാക്കി അടച്ച് ഒരു അരമണിക്കൂർ വെച്ച് വേവിച്ച് കേട്ടോ. അരമണിക്കൂർ വെച്ച് വേവിച്ച് ഇടയ്ക്ക് തുറന്നു നോക്കി വെന്തോന്നുള്ള നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും സമയം നമുക്ക് വെക്കാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം അടച്ച് വെച്ച് സെറ്റാക്കി ഞാൻ പോവാണ് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്നു നോക്കി, ഒരു സംഭവം വെച്ചൊന്ന് കുത്തി നോക്കാമെന്ന് വിചാരിച്ച് തുറന്നിട്ടപ്പോൾ നല്ല ചൂടായിട്ട് ഈ തിളച്ച് വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അങ്ങനെ ഞാൻ ജസ്റ്റ് കുത്തി നോക്കിയപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട്. ബ്രെഡ് അല്ലേ, അപ്പം ഞാൻ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറ്റി പിടിക്കുന്നൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നു. അപ്പം കണ്ടപ്പോൾ ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ ബ്രെഡ് ഫസ്റ്റ് ടൈം ആണ്, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല എന്താവും ഏതാവും. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചു. വാവ്, എൻ്റെ പുഡിംഗ് റെഡി ആയിരിക്കുന്നു ഗായ്സ്. കണ്ടോ നമ്മുടെ പാത്രം അതേ ഷേപ്പിൽ വന്നിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ സംഭവം ഞാൻ ഇപ്പൊ കേൾപ്പിച്ചേരാം. പുഡിംഗ് ഇവിടെ റെഡി. കരിഞ്ഞു പോയല്ല ഗായ്സ്, ശർക്കരയല്ല പഞ്ചസാര പാണിയൊക്കെ ഇപ്പൊ കളർ കൂടിപ്പോയി. അപ്പൊ ചെറിയൊരു കരി ടേസ്റ്റ് ഉണ്ട്. ഇല്ല നോക്ക് ഇതിലോട്ടാക്കും. പുഡിംഗ്, ദിസ് ഈസ് ബ്രെഡ് പുഡിംഗ്. അപ്പൊ ഗൈസ് ഒരു കാര്യം മനസ്സിലായി, ബ്രെഡ് ഇത്രയും വേണ്ട എന്നുള്ള കാര്യം മനസ്സിലായി. കട്ടിയായി പോയി കേട്ടോ. ഞാൻ ഇതല്ലാതെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് നല്ല ടൈറ്റ് ആയി പോയി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പൊ ഞാൻ മതിയായി. അങ്ങനെ നമ്മൾ വയലിൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പുഡിനെ പറ്റി എന്തിനാ പറഞ്ഞോളെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.